മഞ്ഞപ്പൊടി, ചുവന്ന മുളക്, പരിപ്പ്, ജീരകം, വെളിച്ചെണ്ണ, വറ്റൽമുളക്, ക്യാബേജ്, ബീൻസ്, മുരിങ്ങാക്കോല്. ചന്ദ്രമാമ നമ്മള് സാധനങ്ങളൊന്നും മറന്നില്ലല്ലോ. ആ ഗോതമ്പ് പൊടി എഴുതിയില്ലയോ മോളെ? ചേട്ടാ ഗോതമ്പ് പൊടി വെക്കാൻ മറന്നു. എന്താ ഇത്? ഒന്ന് പതുക്കെ അങ്ങോട്ട് വെച്ചാലെന്താ? ചന്ദ്രമാമ എല്ലാ സാധനങ്ങളും ആയല്ലോ അല്ലേ? നമ്മളൊന്നും മറക്കാൻ പാടില്ല. ഇല്ല മോളെ, നമ്മളൊന്നും മറന്നിട്ടില്ല. അങ്ങനെ തന്നെയാ വേണ്ടത്. മിടുക്കിയാണല്ലോ മോളെ. നീ കൈലാസാറിന്റെ മോളായിട്ടല്ല ജനിക്കേണ്ടിയിരുന്നത്, നീ അദ്ദേഹത്തിന്റെ മൂത്ത മോനാ. ചന്ദ്രമാമ എന്തറിഞ്ഞിട്ടാ? ഇന്നത്തെ കാലത്ത് മോനും മോളും എന്ന വ്യത്യാസമൊന്നും ആരും കാണിക്കാറില്ല. അതുമല്ല, എനിക്ക് മോനാവാൻ ഒരു താല്പര്യമില്ല. കാരണം ഞാൻ എന്റെ അച്ഛന്റെ പുന്നാര മോളാവാനാ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഗുഡ് മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ 2 വർഷത്തെ പോലെ ഇപ്രാവശ്യവും ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല, അരുൺ സുജാത. ഈ മെഡൽ എനിക്ക് അവകാശപ്പെട്ടതല്ല, എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇതെനിക്ക് കിട്ടാൻ കാരണം എന്റെ അമ്മയുടെ കഷ്ടപ്പാടും പ്രതീക്ഷയുമാണ്. ഇനി എനിക്ക് ഈ മെഡൽ എന്റെ അമ്മയെ അണിയിക്കണം. കൈലാസാറിന്റെ കാറ്ററിംഗ് ഇത്ര ലാഭത്തിൽ പോന്നത് മോളുടെ സാമർത്ഥ്യം കൊണ്ടാ കേട്ടോ. നീ ഇല്ലായിരുന്നെങ്കിൽ കൈലാസാർ ശരിക്കും പെട്ടുപോയേനെ. എന്റെ അച്ഛന്റെ കാര്യങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാ നോക്കുക? എന്റെ പേര് സുവിത കൈലാഷ് കശ്യപ് എന്ന. അച്ഛന്റെ പേരിലാ ഞാനും അറിയപ്പെടുന്നേ. എന്റെ അച്ഛന്റെ സ്നേഹവും വാത്സല്യവും കരുതലും ഒന്നുമില്ലാത്തൊരു ജീവിതം എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല. നമുക്കൊന്ന് പോവാം ചന്ദ്രമാമ. എനിക്ക് പോകുന്ന വഴിയിലുള്ള ദേവിയുടെ അമ്പലത്തിൽ കയറി തൊഴണം. ഇന്ന് നമ്മുടെ പൂജയല്ലേ? അരുണേ, എന്റെ അഭിപ്രായത്തിൽ ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് വേണ്ടി ഇന്റർനാഷണൽ റിക്രൂട്ട്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ്, കോർപ്പറേറ്റ്സ്. നിനക്കതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തൂടെ? നീ എന്താ അവരൊന്ന് കാണാൻ പോലും കൂട്ടാക്കാത്തെ? സർ, ഞാൻ ജോലി ചെയ്യാനല്ല, ജോലി സാധ്യതകൾ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഐ വോണ്ട് ടു സെറ്റ് അപ്പ് മൈ ഓൺ ബിസിനസ്. ആക്ച്വലി എന്റെ അമ്മയാണ് ആ ബിസിനസിന് വിത്തുപാകിയത്. ഇനി അതിനെ വളർത്തി വലുതാക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ഇനി ഞാൻ എന്റെ അമ്മയുടെ കൂടെ ജീവിച്ചുകൊണ്ട് ആ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ എല്ലാ ശക്തിയും എന്റെ അമ്മയാണ്. നിന്നെ പോലൊരു മകനെ പ്രസവിക്കാൻ കഴിഞ്ഞത് നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. സാറിന് എന്റെ അമ്മയെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അറിയാമായിരുന്നെങ്കിൽ സാർ ഇങ്ങനെ പറയില്ലായിരുന്നു. ആ അമ്മയുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് എന്റെ ഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ എന്റെ പേരിനൊപ്പം അമ്മയുടെ പേര് ചേർത്തിരിക്കുന്നത്, അരുൺ സുജാത. എനിക്ക് അച്ഛന്റെ പേരിന്റെ ആവശ്യം പോലും വന്നിട്ടില്ല. ഇനി ഞാൻ എന്നും അമ്മയുടെ കൂടെ ഉണ്ടാവും. ഭഗവതി, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയണല്ലേ? ഈ പൂജ നിനക്ക് വേണ്ടി നടത്തണേട്ടോ. അപ്പൊ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ജോലി നിന്റെ അല്ലേ? അച്ഛൻ, അമ്മ, അച്ഛമ്മ, പൊടിമോള്, അജിൽ എല്ലാരും നന്നായിട്ട് നോക്കണേ. എന്റെ വീടും എന്റെ നാടും എന്റെ രാജ്യവും ഇതിന്റെ എല്ലാ സുരക്ഷയും ഇനി നിന്റെ കയ്യിലാ ഉള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പറഞ്ഞില്ലെന്ന് വേണ്ട. മോള് മിടുക്കിയാണല്ലോ. ഭഗവതിയോട് എത്ര നയത്തിലാ ചോദിച്ചത്. ഒറ്റ ശ്വാസത്തില് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നിന്റെ ഹീറോയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ ഞാനും ഭഗവതിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കാം. ആ അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ എത്തും. നീ ഇത്
എന്താ ഇത്ര താമസിക്കുന്നേ? നീ എവിടെയാ മോളെ? എല്ലാ കാര്യത്തിനും ഒരാളെ ഉള്ളൂ എന്ന് ഓർക്കണം. ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നറിയോ? മാത്രമല്ല എന്റെ പെർഫെക്റ്റ് അച്ഛന്റെ കാറ്ററിംഗും പെർഫെക്റ്റ് ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ആയിക്കോട്ടെ അച്ഛന്റെ പുന്നാര മോളെ, നീ ഒന്ന് വേഗം വരാൻ നോക്ക്. സമയത്ത് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? നിങ്ങൾ എല്ലാരേക്കാളും മുന്നേ ഞാൻ റെഡി ആയിരിക്കും. ശരി ശരി, പെട്ടെന്ന് വാ. ബൈ. മൗനം സമ്മതം 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 മൗനം സമ്മതം. മൗനം സമ്മതം മൗനം സമ്മതം. എന്റെ ഭഗവതി, നിന്റെ ഭക്തന്മാരുടെ ഒരു ഇരിപ്പ് കണ്ടോ? പൂജയ്ക്ക് വന്നാലും രാഷ്ട്രീയം വിടൂലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ബട്ട് നോ വറീസ്, ഞാൻ എത്തിയില്ലേ. ഭഗവതിയുടെ സന്നിധിയിൽ രാഷ്ട്രീയം പാടില്ലെന്ന് അറിയിക്കുകയാണ്. ശ്രദ്ധയും ഭക്തിയും മാത്രമാണ് ഇവിടെ ആവശ്യം. ഇന്ന് നമുക്കുള്ളതെല്ലാം ഭഗവതിയല്ലേ നമുക്ക് തന്നത്. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും കൂടി ഭഗവതിക്ക് ഒരു താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? അമ്മേ നാരായണ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനിയാണ് ഇവിടെ പൂജ നടക്കുക. तेनू मैं लव करदा तेरे भजन जपदा ओ मेरी शेरा वाली है तू तेरी बच्ची करे सानू तू ब्रश कर दे दुख साडे लस कर दे ओ मेरी शेरा वाली है तू तेरी बच्ची करे सुबह होने ना दे सास होने ना दे तेरे चरणों में यूं ही बैठे रहे ओ मेरी माता ओ ओ ओ माता ओ ओ ओ माता ओ ओ मेरी माता. ശരിക്കും എല്ലാം കൂടി നല്ല രസമുണ്ട്. സത്യം പറയാലോ എന്റെ ഉമേ, ഇതൊക്കെ തന്റെ മോള് സുവിധ ഒരൊറ്റ ഒരാളുടെ കഴിവല്ലേ? ഉമാമഹേശ്വരി, തന്റെ അമ്മായിയമ്മ ഡാൻസ് കളിക്കുമ്പോ നല്ല രസമുണ്ട്. ഡാൻസ് കളിച്ചില്ലേലും നല്ല രസം തന്നെയാ. ആഹാ, पैसे की रेन कर दे സുവിതേ, സുവിതേ, നീ നിന്റെ അച്ഛമ്മയൊന്ന് പിടിച്ച് നിർത്ത് മോളെ. വയറിന് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഇങ്ങനെ കിടന്ന് ചാടാന്ന് വെച്ചാ? അച്ഛമ്മേ, അച്ഛമ്മേ, ഇങ്ങോട്ട് വന്നേ. ഒന്ന് നിക്കടി. അച്ഛമ്മേ, ഒന്നിങ്ങോട്ട്. എന്താ അച്ഛമ്മേ, അച്ഛമ്മയുടെ മുട്ട് വേദനിക്കില്ലേ? അതൊന്നും അല്ല, ഇതിന് ആരുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്? ചേച്ചി, ചന്ദ്രമാമൻ അവിടെ വിളിക്കുന്നുണ്ട്. ആ ശരി, ഒന്ന് നടക്ക്. ദേ കണ്ടില്ലേ, ഓടി നടന്ന എല്ലാ ജോലി അവൾ ഒറ്റയ്ക്കല്ലേ ചെയ്തു തീർക്കുന്നെ. ഭാഗ്യം ചെയ്തവർക്ക് ഇത്രയും നല്ല മക്കളെ കിട്ടുള്ളൂമേ. അല്ല ഇതെന്തു പറ്റി, നിന്റെ പൊടിയുടെ പൊടി പോലും ഇവിടെ കാണുന്നില്ലല്ലോ. അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇപ്പഴിങ്ങ എത്തും. എടാ അവൾ അടിപൊളിയാണല്ലോടാ. ഒന്ന് മുട്ടി നോക്കടാ, കിട്ടിയ ഭാഗ്യമല്ലേ. നോക്കാല്ലേ. നീ ഇങ്ങോട്ട് വന്നേടി. എന്താടി ഇതെന്തു വേഷം കിട്ടോ, നാണമില്ലേ നിനക്ക്? അതെ, ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ അച്ഛമ്മേ, അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. പിന്നെ എനിക്കല്ലേ മനസ്സിലാവാത്ത. നീ ഇങ്ങോട്ട് നോക്കിയേ, എന്റെ പൊട്ടിലേക്ക് നോക്കിയടി. ഈ ഭാ ഇന്ദുമതി.
ഇന്ദുമതിയുടെ സ്റ്റൈല് കണ്ടു പഠിക്ക്. നിനക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്റെ അച്ഛന്റെ അന്തസ്സിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയെങ്കിലും മര്യാദയ്ക്ക് തുണി കൊടുത്ത് നടന്നുകൂടെ നിനക്ക്? നിന്റെ അമ്മ നിന്നെ ഇങ്ങനെ ചീത്തയാക്കുന്നത്. അമ്മേ ചെല്ലടി ചെന്ന് നിന്റെ അമ്മയുടെ സാരി തുമ്പേ തൂങ്ങി നടന്നു. എപ്പോഴും എന്നെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. എന്താ ഇതച്ചമ്മേ ഇവിടെ വെച്ചു ഇങ്ങനെ വഴക്കിടാന്ന് വെച്ചാ? മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതിന് മധുരം മതിയോന്നൊന്ന് നോക്കിക്കേ. ഞാൻ ദേ അങ്ങോട്ട് വരിക. അമ്മ ഒന്നങ്ങോട്ട് മോളെ നീ ഒന്ന് നോക്കിക്കേ. എന്താ പൊടിമോളെ ഇത്? നീ എന്തിനാ അച്ഛമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? കാണട്ടെ. അമ്മ തന്നെ പറഞ്ഞേ, ഞങ്ങൾ രണ്ടുപേരിലും ആരെ കാണാനാ ഭംഗി? വേണ്ടടി, നിന്റെ അമ്മയ്ക്ക് നിന്നെയല്ലേ കണ്ണി പിടിക്കൂ. എന്നെ കണ്ണെടുത്താ കാണരുതല്ലോ. അവള് നിന്നെ തലയെ കയറ്റി ചോമ്പൊലിച്ച് നശിപ്പിച്ചിരിക്കുക. എന്റെ സുവിധ മോളെ കണ്ടു പഠിക്കടി. ഞാൻ അവളെ വളർത്തിയത് കണ്ടില്ലേ? തങ്കം പോലത്തെ സ്വഭാവ. പൊടിമോളെ നീ എന്തിനാ അച്ഛമ്മടുത്ത് വഴക്കിടാൻ നിൽക്കുന്നേ? എന്റെ മോളെ ഇവക്ക് അതല്ലാതെ മറ്റെന്തെങ്കിലും അറിയോ? അച്ഛന്റെ ഫോണാ. ഞാൻ കൈലാസിനോടല്ലേ അച്ഛൻ പറഞ്ഞോളൂ. അച്ഛാ ഇവിടെ കുഴപ്പമൊന്നുമില്ല. എനിക്കത് അറിയാം അച്ഛാ. പൂജയ്ക്ക് നിവേദിക്കാനുള്ള പ്രസാദങ്ങളെല്ലാം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പതേ പായസം അവിടെ തിളയ്ക്കാൻ തുടങ്ങുക. അച്ഛൻ വരുമ്പോഴേക്കും അതും പാകാവും. ഞാൻ എന്നാ വെക്കട്ടെ അച്ഛാ. അച്ഛമ്മ സോറി. മോളെ നീ എന്നോട് ഒരു കാര്യം സത്യം പറയണം. ഞങ്ങൾ രണ്ടുപേരിൽ ആരാ മോളെ കൂടുതൽ സുന്ദരി? അതിനെന്താ സംശയം? അച്ഛമ്മ തന്നെയാ. പൊടിമോളും മോശമൊന്നല്ല കേട്ടോ. അയ്യോടാ, പായസത്തിന്റെ പാല് പിരിഞ്ഞു പോയല്ലോ മോളെ. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്താ ഇത് ചന്ദ്രമാവ? ആ നാരങ്ങ എടുത്തും കളഞ്ഞാ പോരെ? പായസം ഒന്നും ചീത്തയായിട്ടുണ്ടാവില്ല. നീ ഒന്നും മിണ്ടാതിരിക്കച്ചിൽ. ഇത് വെറും പായസമല്ല, അച്ഛന്റെ പേർക്ക് സമർപ്പിക്കാനുള്ളതാ. ചന്ദ്രമാമ വേറെ പായസം ഉണ്ടാക്കിയേ പറ്റൂ. അതിന് പാലൊക്കെ തീർന്നിരിക്കുവാണല്ലോ മോളെ. ഒരു തുള്ളി പാല് പോലും എടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രമാമ ഞാനും അതിലും കൂടി പോയി പാല് വാങ്ങിയിട്ട് വരാം. അതിലെന്നാ വാ പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം ഐസ്ക്രീം കഴിക്കാൻ പോവാ. തന്നെ പോയാ മതി. നിനക്ക് ഇപ്പൊ നിന്റെ കൂട്ടുകാരോടൊപ്പം പോയേ പറ്റൂ അല്ലേ? അച്ഛൻ നടത്തുന്ന പൂജയേക്കാൾ വലുതാണോടാ നിനക്ക് നിന്റെ കൂട്ടുകാര്? മോളെ ആർക്കും വയ്യാങ്കിൽ ഞാൻ പോയിട്ട് വരാം. അത് ശരിയാവില്ല ചന്ദ്രമാമ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പിന്നെ പ്രശ്നമാവില്ലേ? പാചകത്തിന്റെ കാര്യമൊന്നും വേറെ ആരെയും ഏൽപ്പിച്ചാൽ ശരിയാവില്ല. അച്ഛൻ വരുന്നതിന് മുന്നേ ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ പറ്റൂ. ചന്ദ്രമാമ ഇവിടെ നിന്നാ മതി. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. സുജാതാമായി, സുജാതാമായി, സുജാതാമായി. എന്റെ ഭഗവതി, ഇതിപ്പോ പ്രസവിക്കാൻ പോവാണെന്നാണല്ലോ തോന്നണേ. സുജാതാമായി, നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിന്റെ പ്രസവം എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് വരാം. സുജാതാമായി, സുജാതാമായി. സോറി. ഒന്ന് നിന്നെ. ഈ സമയത്ത് അതിന്റെ അടുത്തേക്ക് നിങ്ങൾ പോയാൽ ശരിയാവില്ല. അതിനൊക്കെ പേടിയാവും. താനൊന്ന് മാറി തന്നാ മതി. വേണ്ടത് ഞാൻ ചെയ്തോളാം. എന്ത് ചെയ്തോളാന്ന്? അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് വല്ല ഐഡിയ ഉണ്ടോ? സുജാതാമായി, അയ്യോ
അതിന്റെ അടുത്തേക്ക് പോകരുത്.